ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും രാവിലെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ രാവിലത്തേക്കുള്ളത് ആവുന്നതേ ഉള്ളൂ. ഇവിടെ ഇന്ന് രാവിലത്തേക്ക് സ്പെഷ്യൽ എന്ന് പറയണത് യെല്ലോ പീസ് കറിയും ഗോതമ്പ് ദോശയുമാണ്. ഈ യെല്ലോ പീസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് പോലെ തന്നെയാണ്, പക്ഷേ യെല്ലോ കളർ ആയിരിക്കുന്നു മാത്രം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. യെല്ലോ പീസിൻ്റെ ഒപ്പം ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. യെല്ലോ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പ്രഷർ കുക്കറിലിട്ടൊരു 3 വിസിൽ പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് 3 വിസിൽ അടുപ്പിച്ചതാണ്. പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ പൊട്ടറ്റോ. എന്നിട്ട് പീസിൻ്റെ ഒപ്പം ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്താണ് 3 വിസിൽ. പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. യെല്ലോ പീസ് ഞാൻ വേവിച്ചതിന് ശേഷമാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടുള്ള ഗ്രീൻ പീസ് ആയാലും അല്ലെങ്കിൽ യെല്ലോ പീസ് ആയാലും ഞാൻ കറി വെക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടില്ല. അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ എന്താ ഉണ്ടാക്കണമല്ലേ, അപ്പോൾ അറിയാത്തവരും കൂടി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പീസ് നമുക്ക് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞിട്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പൊന്നും ഞാൻ സവാളയിലോട്ട് ചേർത്തിട്ടില്ല, കാരണം പീസ് വേവിച്ചപ്പോഴത്തേക്കും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചേക്കണത്. അപ്പോൾ കറി അവസാനം ആകുമ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോയാലോ. അവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇവിടെയും ഇനി ഉപ്പിട്ട് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന യെല്ലോ പീസും പൊട്ടറ്റോയും കൂടി ഉള്ളത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചാറൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചൊക്കെ എടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ യെല്ലോ പീസ് കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പാകത്തിന് ചാറൊക്കെ വരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഉപ്പൊക്കെ പോരായെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് പാകമാണ്. അപ്പോൾ അതാ നമ്മുടെ യെല്ലോ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. പൂരിയോ പുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കണത് ടൈമില്ലാത്തതുകൊണ്ട് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കട്ടെ. നമ്മുടെ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ചൂടോടെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് കേട്ടോ വിചാരിക്കണത്. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു പഠിക്കണം. സിമ്പിളല്ലേ. അപ്പോൾ ഗ്രീൻ പീസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ യെല്ലോ പീസ് ആയാലും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം. കടുക് കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ സവാള ഇടുന്നതൊക്കെ മുമ്പ് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും പട്ട കരഗ്രാമ്പൂ ഏലക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ജസ്റ്റ് ചേഞ്ചൊക്കെ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വരുത്താം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇന്നതുപോലെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു യെല്ലോ പീസ് കറി ആണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് ദോശ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും പൊക്കത്ത് നെയ്യാണ് ഇട്ടേക്കണത്. നെയ്യിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിടുക, മൊരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഗോതമ്പ് ദോശ ചുടുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയുടെ ഒപ്പം ഇട്ടുന്നേ ഉള്ളൂ. ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, സിമ്പിളല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല അതിനെപ്പറ്റി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയും യെല്ലോ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.